അപ്പോൾ ഇന്ന് ഈ കാണുന്ന കണക്ക് മീൻ തലക്കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഒരു 1.5 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വാളൻ പുളി എടുത്തിട്ടുണ്ട്. ഇനി 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ഈക്വലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള എരിവും കറിക്ക് നല്ല കളറും കൊഴുപ്പും ഒക്കെ ഉണ്ടാവും. ഇനി ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയാൽ മതിയാവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇനി ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് നുറുക്കിയ തേങ്ങ ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, ചുവന്നുള്ളി, വാളൻപുളി, അതുപോലെ മല്ലി, മുളക് ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ചെറിയൊരു പീസ് ഇഞ്ചി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. വീട്ടിൽ ഇഞ്ചിയുടെ ഫ്ലേവർ ഒരുപാടാകുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ചെറിയൊരു പീസ് ചേർത്തത്. നിങ്ങൾക്ക് ഒരു പീസ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തു. അരഞ്ഞു പോകരുത് കേട്ടോ കറിവേപ്പില. അപ്പോൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് മീൻ കഷ്ണങ്ങൾ ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ വേണമെന്ന് തോന്നി, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ആകെ ചേർക്കുന്നത്. വെള്ളം ഒരുപാട് ആകി പോകുമ്പോൾ നമ്മുടെ മസാലയുടെ ഒരു ഫ്ലേവറൊക്കെ കുറഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കാം. കൂടെ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. കയ്യിലുണ്ടെങ്കിൽ ടൊമാറ്റോ, അതുപോലെ പച്ചമാങ്ങ, മുരിങ്ങക്കായ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മുളകുപ്പ് അമ്മ പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. കയ്യിൽ കിട്ടിയ മുളക് കൂടെ ഞാനിത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഏതായാലും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് സ്പൂണിട്ട് ഇളക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്ന് ഇളകി കിട്ടും. തലയായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടുതലെടുത്ത് വേവിക്കണം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വേവിക്കുമ്പോഴാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് കേട്ടോ. ഏകദേശം ഒരു 40 മിനിറ്റോളം ചെറിയ തീയിൽ ഞാൻ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് കൂടെ തളിച്ച് ഒഴിക്കാം. നമുക്കറിയാവുന്ന കണക്കിന് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിലേക്ക് ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മുളക് പൊടി കൂടെ ഒരു 1/2 സ്പൂണോളം മുളക് പൊടിയും ചേർത്തൊന്ന് മൂപ്പിച്ച് ചൂടോടുകൂടി നമ്മുടെ മീൻ കറിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഡൺ. അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തലക്കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിന്ന് ഈ ഒരു തലക്കറി കഴിക്കുന്നത് ഈ ഒരു ചക്ക ഇളക്കിൻ്റെ കൂടെയാണ്. ഈ ഒരു ചക്ക ഇളക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, 2 വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചക്ക ഇളക്കും നമ്മുടെ ഈ തലക്കറിയും അടിപൊളി കോമ്പിനേഷനാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് കഴിച്ച് തന്നെ അറിയണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം.